പാഠം 623. ചില വരും ജന്മ കണക്കുകൾ. അനധികൃതമായ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ കളക്ടർ നേതൃത്വം നൽകുന്നു. കയ്യേറ്റങ്ങൾ ഒഴിവാക്കാൻ വർഷങ്ങളായ സർക്കാർ ചെയ്ത ശ്രമങ്ങൾ വിജയം കണ്ടില്ല. ഒടുവിൽ ജില്ലാ കളക്ടർ തന്നെ മുന്നിട്ട് വന്നതോടെ കാര്യങ്ങൾ വേഗത്തിലായി. കളക്ടർമാരായാൽ ഇങ്ങനെ വേണം. നിയമം നടപ്പായി കാണാൻ ആഗ്രഹിക്കുന്ന ഇത്തരം 10 ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ നാട് നന്നാവും. ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടല്ലോ, പോരാത്തതിന് കളക്ടർ. ഇനി 8 പേരെ കൂടെ കിട്ടിയ പോരെ? ഞാനൊരു വില്ലേജ് ഓഫീസർ അല്ലേ ഭാമേ? ഒരു വില്ലേജ് ഓഫീസർക്ക് ആ വില്ലേജിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നാട് മുഴുവൻ നന്നാവും. അതോർത്ത് എന്റെ മോഹനേട്ടൻ വിഷമിക്കണ്ട. കുറച്ചുകൂടെ കഴിയുമ്പോൾ മോഹനേട്ടന് പ്രൊമോഷൻ കിട്ടി ഡെപ്യൂട്ടി തഹസിൽദാരാവും, പിന്നെ കളക്ടറാവും. അപ്പൊ പിന്നെ ഈ ജില്ല മുഴുവൻ ശരിയാക്കി എടുക്കാലോ. അപ്പോഴേക്കും വർഷങ്ങൾ കഴിഞ്ഞു പോകില്ലേ ഭാമേ? അത് മാത്രമല്ല, ഞാൻ കളക്ടറായി കഴിഞ്ഞ പിന്നെ കുറച്ച് വർഷങ്ങൾ മാത്രമേ സർവീസിലുണ്ടാവൂ. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ അധികാരങ്ങൾ കിട്ടിയാലേ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റൂ. കഴിഞ്ഞ ദിവസം തഹസിൽദാരനോട് ചോദിച്ചു, അടുത്ത ജന്മം മോഹനകൃഷ്ണൻ ആരാകാനാണ് ആഗ്രഹമെന്ന്. ഞാൻ പറഞ്ഞു, ചെറുപ്പത്തിലെ IAS കാരനായി ഒരു കളക്ടർ ആകണമെന്ന്. ചെറുപ്പത്തിലെ കളക്ടർ ആയാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? എന്താ ചിരിക്കുന്നത്? നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുമെന്ന് പറഞ്ഞത് ഇതിനെയാണ്. അടുത്ത ജന്മം മോഹനേട്ടന്റെ ഇഷ്ടത്തിന് തീരുമാനിക്കാന്ന് വന്നാലും മോഹനേട്ടന് ഒരു കളക്ടർ ആയാൽ മതി. ഇതാണ് സ്വപ്നം കാണാൻ പോലും മോഹനേട്ടൻ അറിഞ്ഞൂടാ എന്ന് ഞാൻ പറയുന്നത്. കഷ്ടം തന്നെ. നീ ആ പറഞ്ഞിട്ട് പോകുന്നതിന്റെ അർത്ഥം എന്താണ്? അടുത്ത ജന്മത്തിൽ ഒരു കളക്ടർ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിൽ എന്താണ് തെറ്റ്? മോഹനേട്ടൻ കളക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു എന്തിനാണ്? നാട് നന്നാക്കാൻ അല്ലേ? പക്ഷെ ഒരു കളക്ടർ ആയിട്ടുണ്ടെങ്കിൽ പരമാവധി ആ ജില്ല മാത്രമല്ലേ നന്നാക്കാൻ പറ്റൂ. എന്തായാലും ആഗ്രഹിക്കുന്നു. അപ്പോ റവന്യൂ മന്ത്രി ആവണമെന്ന് ആഗ്രഹിച്ചൂടെ? അപ്പൊ കേരളത്തിലെ 14 ജില്ലാ കളക്ടർമാരും മോഹനേട്ടന്റെ കീഴിലാവും. അങ്ങനെ വന്നാൽ ഒരു ജില്ലയല്ല, സംസ്ഥാനം തന്നെ അങ്ങ് നന്നാക്കിയൂടെ? മുഖ്യമന്ത്രി ആവാൻ ആഗ്രഹിച്ചാൽ റവന്യൂ വകുപ്പ് മാത്രമല്ല സകല വകുപ്പുകളും ശരിയാക്കാം. കുറച്ചും കൂടെ കടന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മുടെ രാജ്യം മുഴുവൻ നന്നാവില്ലേ? ഇപ്പോ മോഹനേട്ടൻ എന്നോട് ചോദിക്കുകയാണെന്ന് കരുതുക, ഭാമേ, ഇപ്പോ നീ ഒരു വക്കീലാണ്, അടുത്ത ജന്മത്തിൽ ആരാവണമെന്നാണ് ആഗ്രഹമെന്ന്. മോഹനേട്ടനെ പോലെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഞാൻ പറയും എനിക്കൊരു മജിസ്ട്രേറ്റ് ആവണമെന്ന്. പക്ഷേ എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ പറയുന്നെങ്കിലോ സുപ്രീം കോടതി ജഡ്ജിയുടെ താഴെ ഒരു സ്വപ്നവും ഞാൻ കാണില്ല. അങ്ങനെ നമുക്കൊക്കെ ഇഷ്ടമുള്ള പോലെ അല്ലല്ലോ അടുത്ത ജന്മം. ഈ ജന്മത്തിലെ നമ്മുടെ പ്രവൃത്തി വെച്ചാണ് അടുത്ത ജന്മം കിട്ടുന്നത്. അങ്ങനെ വരുമ്പോ ഞാനൊരു കളക്ടർ ആകുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. പക്ഷെ നീയോ ഈ ജന്മത്തിൽ കേസ് ജയിക്കാനായി പറഞ്ഞു കൂട്ടിയ നുണകൾ വെച്ച് നോക്കുമ്പോ അടുത്ത ജന്മത്തിൽ നീ ഒരു ഓന്താകാനാണ് സാധ്യത. മോഹനേട്ടൻ കളക്ടറും ഞാൻ ഓന്തും. അതെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്തോഷമായി. അടുത്ത ജന്മത്തിലെങ്കിലും ഈ മുഷ്കോ അഹങ്കാരവും കാണാൻ സ്വസ്ഥമായിട്ട് ജീവിക്കാലോ. ഓന്തെങ്കിലും ഓന്ത്, ഞാൻ ഹാപ്പിയാണേ. ഇപ്പൊ നീ പറഞ്ഞത് നീ അനുഭവിക്കും. അടുത്ത ജന്മത്തിൽ ഞാൻ ജില്ലാ കളക്ടറായി റോഡിലൂടെ പാഞ്ഞു പോകുമ്പോ റോഡരികിലുള്ള ഏതെങ്കിലും ഒരു മയിൽക്കുറ്റി ഇരുന്ന് നീ ഇങ്ങനെ നോക്കും. അപ്പൊ ഞാൻ മൈൻഡ് ചെയ്യില്ല. മോഹനേട്ട, രാവിലെ മനുഷ്യന് ഗുണമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയോ പറയുകയോ ചെയ്തൂടെ? ഈ ജന്മത്തിൽ ഇന്ന് മോഹനേട്ടൻ ആഫീസിൽ പോകണമെങ്കിൽ ഞാൻ ഈ ഷർട്ടും മുണ്ടും തേക്കണം. അത് ചെയ്യാൻ എന്നെ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ താമസിച്ച് ആഫീസിൽ ചെല്ലുന്നതിന് എന്നെ കുറ്റം പറയരുത്. ഇതിനെയാണ് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറയുന്നത്. ഒരിക്കലും അല്ല. ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയാതെ അവനവന്റെ ജോലി ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പൊ ഈ കാണുന്നത്. രാവിലെ അടുത്ത ജന്മത്തിന്റെ കഥയായിട്ട് വന്നേക്കണം. എന്താ അടുത്ത ജന്മം എന്ന് പറയുമ്പോൾ നിനക്കൊരു പുച്ഛം? മോഹനേട്ട, ഉണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്ത് കളയാൻ എനിക്ക് നേരമില്ല.
അടുത്ത ജന്മത്തിൽ മോഹനയുടെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല. തീർന്നല്ല പ്രശ്നം. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? അടുത്ത ജന്മം ഇല്ല എന്നാണോ? എനിക്കറിഞ്ഞൂടാ. അങ്ങനെ അറിയരുത്. എങ്ങനെ അടുത്ത ജന്മം ഉണ്ട് എന്നും ഈ ജന്മത്തിൽ നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിരിക്കും അടുത്ത ജന്മം നമ്മൾ അനുഭവിക്കുന്നതെന്നും സാക്ഷാൽ ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ദൈവം ഇല്ല എന്നും ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിക്കാമോ? മോഹനേട്ടാ, ദൈവം ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. അടുത്ത ജന്മം ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. സ്വർഗവും നരകവും ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. ഈ ഷർട്ടുമുണ്ടും ഞാൻ തന്നെ തേച്ചല്ലേ പറ്റുള്ളൂ. എന്റെ പ്രശ്നം ഇപ്പം അതാ. വന്ന് വന്ന് നീ ഒന്നിനെ അംഗീകരിക്കാത്ത അവസ്ഥയായി. ഇതാണ് വക്കീലായുള്ള കുഴപ്പം. അടുത്ത ജന്മമില്ല, സ്വർഗമില്ല, നരകമില്ല, ദൈവം പോലും ഇല്ല. ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മോഹനേട്ട അറിവിനപ്പുറമുള്ള കാര്യത്തിൽ ഭാവന പ്രയോഗിക്കുന്ന മനുഷ്യന് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ്. അതുപോലെ തന്നെയാണ് ഈ അടുത്ത ജന്മവും. ഈ പറഞ്ഞ അഹങ്കാരത്തിലുള്ള ശിക്ഷ അടുത്ത ജന്മം നിനക്ക് കിട്ടും. നോക്കിയോ, അന്ന് എനിക്ക് മനസ്സിലാവും നീ പറഞ്ഞൊക്കെ തെറ്റായിരുന്നു. എങ്ങനെ? മോഹനേട്ട പറയുന്ന പോലെ പല ജന്മങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുന്നേ നമുക്ക് ജന്മങ്ങൾ ഉണ്ടായി കാണുമല്ലോ. ആ ജന്മത്തിലെ ഒരു കാര്യവും നമ്മൾ ഓർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിലെ കാര്യങ്ങൾ അടുത്ത ജന്മത്തിൽ ഓർക്കാനും ഒരു സാധ്യതയില്ല. പിന്നെ എന്തിനാണ് അതിനെപ്പറ്റി ഓർത്ത് ഇങ്ങനെ തലമുണ്ടാക്കുന്നത്? ആ, ഉത്തമൻ വന്നിട്ടുണ്ട്. ഈ അടുത്ത ജന്മത്തിലെ കഥയൊക്കെ ഉത്തമനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തമന് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. 10ാം ക്ലാസ് ജയിക്കാൻ പോലും വിവരമില്ലാത്ത ഒരാളല്ലേ. ചെല്ലു. നമസ്കാരമുണ്ട് സാറേ. കേശവൻകുട്ടിയുടെ സ്ഥലം അളക്കാൻ സാറ് ചെല്ലാന്ന് പറഞ്ഞിരുന്നു. ഇന്നും നാളെയും കേശവൻകുട്ടി ലീവാണ്. ഇന്നോ നാളെയോ സാറ് ചെന്നാൽ സൗകര്യമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കേശവൻകുട്ടിക്ക് ലീവ് കിട്ടുന്ന സമയം നോക്കി ചെന്ന് സ്ഥലം അളക്കാൻ എനിക്ക് പറ്റില്ല. 1 രൂപ പ്രതിഫലം വാങ്ങാതെ ഞാൻ ചെയ്യുന്ന ഒരു സഹായമാണിത്. അപ്പോ അത് ഞാൻ വിചാരിക്കുന്ന സമയത്ത് നടക്കൂ. അല്ല, അത് മതി. ഇന്നോ നാളെയോ സാറിന് സൗകര്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാണ് ഞാൻ. അതോടെ നിൽക്കട്ടെ. ശരി. ഉത്തമന് പുനർജന്മത്തിൽ വിശ്വാസമുണ്ടോ? പുനർജന്മോ? അതെന്താ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ പുനർജനിക്കുമോ? എന്റെ പൊന്ന് സാറേ, ഈ ജന്മത്തിലെ കാര്യം തന്നെ വലിയ നിശ്ചയമല്ലാതെ നടക്കുന്ന എന്റെ അടുത്താണോ ഇനി പുനർജന്മത്തെ കുറിച്ച് സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. അങ്ങനെ അറിയാതിരുന്നാൽ എങ്ങനെയാ? ഒരു പക്ഷേ ഒരു പുനർജന്മം ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കണം എന്ന് ഉത്തമൻ ആഗ്രഹിക്കുന്നില്ലേ? അത് പുനർജന്മം ഉണ്ടെങ്കിലല്ലേ സാറേ? ഉണ്ടല്ലോ. ചില വക്കീലന്മാർ പറയും ഇതൊക്കെ മനുഷ്യന്റെ ഭാവനയാണെന്ന്. പക്ഷെ അതല്ല സത്യം. ഈ ജന്മത്തിലെ നമ്മുടെ ജീവിതം വെച്ച് നമുക്ക് അടുത്ത ജന്മം കിട്ടും. ഉത്തമ, അതായത് ഉത്തമന് മനസ്സിലാവുന്ന ഭാഷ ഞാൻ പറഞ്ഞു. ഒരാൾ ഈ ജന്മത്തിൽ വില്ലേജ് ഓഫീസറാണെന്ന് കരുതുക. അയാൾ വളരെ മാന്യമായി സത്യസന്ധമായി ജീവിച്ചാൽ അടുത്ത ജന്മത്തിൽ അയാൾ കളക്ടർ ആയിരിക്കും. അത് പുനർജന്മം അല്ലല്ലോ വക്കീലേ, പ്രമോഷൻ അല്ലേ. അത് ഈ ജന്മത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും. അങ്ങനെയല്ല ഉത്തമ. ഒരാൾ ഇപ്പൊ ഒരു വക്കീൽ, ഈ ജന്മത്തിൽ അയാൾ തുടങ്ങുന്നത് വക്കീലായിട്ടായിരിക്കുമല്ലോ. അപ്പൊ നന്നായി ജീവിച്ചാൽ അടുത്ത ജന്മം തുടങ്ങുന്നത് തന്നെ ഒരു മജിസ്ട്രേറ്റോ മുനിസിപ്പോ ആയിട്ടായിരിക്കും. ഈ ജന്മം മോശമായി ജീവിച്ചാൽ അടുത്ത ജന്മത്തിൽ വക്കീല് വെറും ഗുമസ്തനായി പോകും. ചിലരോന്തുമാകും. ഈ ജന്മത്തിലെ ഓന്തിന്റെ സ്വഭാവമാണ്. അപ്പൊ അടുത്ത ജന്മത്തിൽ അതല്ലേ ആവൂ. അതുകൊണ്ട് ഉത്തമന് അടുത്ത ജന്മത്തിൽ ആരാകാനാണ് ആഗ്രഹം? പറയൂ. അങ്ങനെ ഞാൻ വിചാരിക്കും പോലെയൊക്കെ ആവാൻ പറ്റുമോ സാറേ? സത്യസന്ധമായി ജീവിച്ചാൽ ആകാൻ പറ്റും. സത്യസന്ധമായി ജീവിച്ചു എന്ന് കരുതുക. എന്നിട്ട് അടുത്ത ജന്മത്തിൽ നമ്മൾ വിചാരിച്ച ആളാവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരടുത്ത് പരാതി പറയും? ഉത്തമ, ഇതാണ് ഉത്തമന്റെ കുഴപ്പം. യുക്തിവാദികളെ പോലെ സംസാരിച്ചു കളയും. അത് മാറ്റിവെച്ച് ഈശ്വര വിശ്വാസത്തോടെ ചിന്തിച്ചു നോക്കിയാൽ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈശ്വരനെ വിശ്വസിച്ചുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ഇപ്പൊ അതിന്റെ ഉത്തരം കിട്ടുമോ? കിട്ടും. സാർ എപ്പോഴാണ് കേശവൻകുട്ടിയുടെ സ്ഥലം ഇളക്കാൻ വരുന്നത്? അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്റെ പ്രശ്നം അതാണ്. ഈ പുനർജന്മമൊക്കെ കളഞ്ഞിട്ട് സാറ് ഈ ചോദ്യത്തിന് ഉത്തരം പറ. കേശവൻകുട്ടിയുടെ സ്ഥലം ഇളക്കാൻ എനിക്ക് മനസ്സില്ല. അതാണ് ഈ ചോദ്യത്തിന് ഉത്തരം. അഹങ്കാരി. ചേടാ, അതെന്തോന്ന് ഉത്തരം? ശരി ശരി, അതിനെന്താ. വൈകിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ വിളിച്ചോളാം.
ഓഫീസിലാകുമ്പോ ഒന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റില്ലെന്നേ. ഭയങ്കര തിരക്കായിരിക്കും. ശരി. മോഹനേട്ടാ, ആരാ വിളിച്ചെന്നറിയോ? അറിയില്ല. അപ്പോ മോഹനേട്ടൻ അറിയാത്ത കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. എന്റെ കൂടെ ലോ കോളേജിൽ പഠിച്ച മാത്യൂസ് ആണ്. അവനിപ്പോ ഡൽഹിയില. അവിടെ വലിയ വക്കീല. ഹൈക്കോടതിയിലൊക്കെ ഇഷ്ടം പോലെ കേസുണ്ട്. സുപ്രീം കോടതിയിലും വലിയ താമസമില്ലാതെ വാദിക്കുമെന്ന് അവൻ പറയണേ. അയാളോട് എന്ത് സംസാരിക്കുന്ന കാര്യമാണ് നീ പറഞ്ഞത്? ഇന്ന് രാവിലെ മാത്യൂസ് ടൗണിലെത്തിയതാ. ഇവിടെ എന്തൊരു അത്യാവശ്യം. വൈകിട്ട് വരെ തിരക്കാണെന്ന് പറഞ്ഞു. നാളെ രാവിലെ ആള് തിരിച്ചു പോവുകയും ചെയ്യും. അതിനു മുന്നേ എന്നെ കാണുമെന്ന് മാത്യൂസിനൊരു ആഗ്രഹം. എന്തിന്? ഇതെന്ത് ചോദ്യം മോനട്ടാ? 5 കൊല്ലം ഒരുമിച്ച് നിയമം പഠിച്ചവരല്ലേ ഞങ്ങള്. പഠിക്കുന്ന കാലത്ത് ഭയങ്കര കൂട്ടായിരുന്നു. മാത്യൂസിനെ കണ്ട മോഹനേട്ടനെ പോലെയല്ല, കുറച്ചുകൂടി വിവരമുണ്ട്. പിന്നെ മീശയില്ല. ഒരു ഹിന്ദി നടന്റെ ഗ്ലാമറ. നല്ല പെരുമാറ്റം. എപ്പോഴും ചിരിയും കളിയും തന്നെ. ആർക്കാരും ഇഷ്ടം തോന്നിപ്പോവില്ലേ? നിനക്കോ? എന്റെ കാര്യം കൂടിയാ ഞാൻ പറഞ്ഞത്. മോഹനേട്ടൻ കുറച്ചു മുന്നേ പറഞ്ഞ ആ അടുത്ത ജന്മത്തിന്റെ കാര്യം ഞാനൊന്ന് ആലോചിക്കായിരുന്നു. അങ്ങനെ ഒരു ജന്മം ഉണ്ടെങ്കിൽ മാത്യൂസിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടണം. അതിനെക്കാട്ടിലും വലിയൊരു ഭാഗ്യമുണ്ടോ? പിന്നെ ഒരു കാര്യം, വൈകിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി മാത്യൂസിനെ കണ്ടേ ഞാൻ വരുള്ളൂ. ചിലപ്പോ കുറച്ച് വൈകും. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്തെ ചായ മോഹനേട്ടൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് കഴിക്കേണ്ടി വരും. പിന്നെ താക്കോൽ വാതിലിന്റെ മുകളിലെ പടി വെച്ചേക്കാം. മോഹനേട്ടൻ വരുമ്പോ എന്നെ വിളിക്കണ്ട. നേരെ താക്കോലെടുത്ത് വാതിൽ തുറന്ന് അകത്ത് കയറുക. സത്യം പറഞ്ഞാൽ ഞാൻ മടുത്തു പ്രഭേ. പ്രഹ്ലാദൻ ചേട്ടന്റെ സ്വഭാവം കാണുമ്പോ കല്യാണം കഴിക്കണ്ടെന്ന് തോന്നിപ്പോ. എപ്പോഴും വഴക്ക് തന്നെ വഴക്ക്. കാഞ്ചന സാറിനെ പോലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനെ സഹിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്. പെണ്ണുങ്ങൾക്ക് വിവരവും വരുമാനവും ഇല്ലാത്ത കാലത്ത് ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാലത്ത് അതിന്റെ ആവശ്യം എന്താ? കാഞ്ചന സാറിന് വിദ്യാഭ്യാസമുണ്ട്, അന്തസ്സുള്ള ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്. പിന്നെന്തിനാ പ്രഹ്ലാദൻ ചേട്ടനെ വിരട്ട് സഹിക്കുന്നത്? പോയി പണി നോക്കാൻ പറയണം. എനിക്കും തോന്നാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ പ്രഭേ? അങ്ങേര് കെട്ടി താലിയല്ലേ കഴുത്തി കിടക്കുന്നത്. അതോർത്ത് ഞാൻ ക്ഷമിക്കുക. ഇതാ കുഴപ്പം. കാഞ്ചന സാറിനെ പോലുള്ള പെണ്ണുങ്ങള് എല്ലാം സഹിച്ച് കഴിയാൻ തീരുമാനിച്ച മറ്റു പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ? കാഞ്ചന സാറിന്റെ ശമ്പളം കൊണ്ടുകൂടിയല്ലേ കുടുംബം നടന്നു പോകുന്നത്. അതൊക്കെ ശരിയാ. പക്ഷെ നമ്മൾ പെണ്ണുങ്ങൾ എന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല പ്രഭേ. തർക്കം ഉണ്ടായ പെണ്ണുങ്ങൾ മോശക്കാരികളാവും, ധിക്കാരികളാവും. നമ്മുടെ പക്ഷത്ത് നിൽക്കാനേ ആരും ഉണ്ടാവില്ല. എന്താ വലിയൊരു ചർച്ച? ഒന്നുമില്ല സാർ. ശിശുപാലനോടെ ഇതുവരെ വന്നില്ലേ? വന്നു സാർ. ഒരു ചായ കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാ. ആഫീസ് സമയത്താണോ ചായ കുടിക്കാൻ പോകുന്നത്? പെട്ടെന്ന് വരാന്ന് പറഞ്ഞ സാർ പോയത്. വന്നാൽ എന്നെ കണ്ടിട്ട് വേണം ജോലി ചെയ്യാനെന്ന് പറയണം. പറയാം സാർ. കാഞ്ചനയ്ക്ക് പുനർജന്മത്തിൽ വിശ്വാസമുണ്ടോ? പുനർജന്മോ? എന്താ പുനർജന്മം ഒന്നും കേട്ടിട്ടില്ലേ? മരിച്ചു പോകുന്ന മനുഷ്യൻ വീണ്ടും ജനിക്കും എന്നാണ് വിശ്വാസം. അതിനെ പറ്റിയാണ് ചോദിച്ചത്. എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല സാർ. ശരി, ഒരു പുനർജന്മം ഉണ്ട് എന്നിരിക്കട്ടെ. അടുത്ത ജന്മത്തിൽ ആരാകാനാണ് കാഞ്ചനയ്ക്ക് ഇഷ്ടം? അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ ഒരു സിനിമ നടിയാവാനാ സാർ ഇഷ്ടം. എന്തിന്? അത് കൊള്ളാം. സിനിമാ നടിയായ പരമസുഖമല്ലേ സാർ? കാശിന് കാശ്, പ്രശസ്തിക്ക് പ്രശസ്തി. ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിക്കണം. പിന്നെ ഒരു കാര്യം പറയാം. അടുത്ത ജന്മത്തിൽ ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. ഈ ആണുങ്ങളുടെ മുഷ്ക് സഹിച്ച് എത്ര കാലം കഴിയും സാർ? ഇനി ഒരു കല്യാണം കഴിച്ചേ പറ്റൂന്ന് വന്നാലും പ്രഹ്ലാദൻ ചേട്ടനെ ഒരിക്കലും എന്റെ ഭർത്താവായി കിട്ടരുതെന്ന എന്റെ ആഗ്രഹം. എനിക്ക് മതിയേ. അത് കാഞ്ചന സാർ മാത്രം പറയുന്നതല്ല സാർ. കല്യാണം കഴിച്ച സകല പെണ്ണുങ്ങളും പറയും ഈ ജന്മത്തിലെ ഭർത്താവിനെ അടുത്ത ജന്മത്തിൽ കിട്ടരുതേന്നു. എങ്ങനെ സഹിക്കും? അപ്പോ സ്വയം പ്രഭയ്ക്ക് അടുത്ത ജന്മത്തിൽ കല്യാണമേ വേണ്ട എന്നാണോ?
അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ആണായിട്ട് ജനിക്കണമെന്നാ എന്റെ ആഗ്രഹം. സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറുന്ന എങ്ങനെയാണെന്ന് ആണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം. ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറിനൊന്നും തോന്നരുത്. ഞാനീ പറയുന്നത് സാറിന് ഉദ്ദേശമല്ല. ഈ ലോകത്തിലെ 99% ആണുങ്ങളും പരമ ബോറന്മാരാ സാറേ. നീ എന്തിനാ പ്രഭ അങ്ങനെയൊക്കെ പറഞ്ഞത്? സാറിന് ഉദ്ദേശമല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും സത്യത്തിൽ സാറിന് ഉദ്ദേശം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ മരണം ഭർത്താവിനെ സഹിക്കുന്ന ആ വക്കീലിനെ സമ്മതിക്കണം. വേറെ ലോകത്ത് ആരെയും കിട്ടിയില്ലേ അവർക്ക് കല്യാണം കഴിക്കാൻ? സാർ, സാറിനെ കണ്ടിട്ട് ജോലി തുടങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു. ശിശുപാലൻ എവിടെ പോയതായിരുന്നു? ഒരു ചായ കുടിക്കാൻ പോയതാ സാർ. ചെന്നപ്പോ ചായക്കിടയിൽ ജോണിക്കുട്ടിയും കെട്ടിയോളും തമ്മിൽ ഭയങ്കര വഴക്ക്. അതൊന്ന് പറഞ്ഞു തീർക്കാൻ നോക്കി, അതാ താമസിച്ചേ. അവരുടെ വഴക്ക് തീർക്കാനല്ലല്ലോ ശിശുപാലന് സർക്കാർ ശമ്പളം തരുന്നത്. ശിശുപാലന് ജോലി വില്ലേജ് ഓഫീസിലോ പോലീസിലോ? അതുകൊണ്ടല്ല സാർ, ഞാനതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്നവിടെ കയ്യാങ്കളി നടന്നേനെ. അവർ തമ്മിൽ എന്താ പ്രശ്നം? അതൊന്നും പറയാതിരിക്കുക സാർ നല്ലത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവർ തമ്മിൽ വഴക്കല്ലേ. ജോണിക്കുട്ടിയെ കെട്ടാൻ തോന്നിയ നേരത്തെ കല്ല് കഴുത്തി കെട്ടി കടലിൽ ചാടുന്നതാ നല്ലതെന്നാ മേരിക്കുട്ടി പറയുന്നത്. ശിശുപാലന്റെ ഭാര്യയ്ക്ക് ശിശുപാലനെ പറ്റി എന്താണ് അഭിപ്രായം? വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. മേരിക്കുട്ടി ചീത്ത വിളിക്കുന്ന പോലെ അവൾ എന്നെ ചീത്ത വിളിക്കാറില്ല. അതുകൊണ്ട് എന്നെ അവൾക്ക് വലിയ ബഹുമാനാണെന്നൊന്നും കരുതണ്ട. അങ്ങനെ അങ്ങ് പോകുന്നു സാർ. ശരി. അവൾ ഇതുവരെ വന്നില്ലേ? മണി 5:30. എന്നെ കാണാതെ വന്നപ്പോ വില്ലേജ് ഓഫീസർക്ക് സങ്കടായോ? ഞാൻ മാത്യൂസിനെ കണ്ട് പഴയ പരിചയം പുതുക്കാൻ പോയതാന്ന് കരുതിയല്ലേ? ഞാൻ എങ്ങനെയും പോയിട്ടില്ല, ഈ ഭാഗത്തൊക്കെ തന്നെയുണ്ട്. അല്ലെങ്കിലും ഈ മോഹനയുടെ കുഴപ്പം ഇതാ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ സങ്കല്പിച്ചു കൂട്ടും. അതൊക്കെ എത്ര തെറ്റിയാലും പഠിക്കുകയില്ല. ഈ സ്വഭാവം എന്നാ മോഹനട്ട മാറുന്നത്? പിന്നെ ഞാൻ ഈ എഴുത്തെഴുതുന്നത് എന്തിനാണെന്നറിയാമോ? എനിക്ക് മോഹനട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. അത് നേരിട്ട് പറഞ്ഞ മോഹനട്ടൻ എന്നെ കളിയാക്കിയാലോ? രാവിലെ മോഹനട്ടൻ അടുത്ത ജന്മത്തെ പറ്റി പറഞ്ഞില്ലേ? അടുത്ത ജന്മമില്ല എന്ന് പറഞ്ഞ് ഞാൻ മോഹനട്ടനെ ഒരുപാട് കളിയാക്കുകയും ചെയ്തു. പക്ഷേ മോഹനട്ടൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇനിയിപ്പോ അടുത്ത ജന്മം ഉണ്ടെങ്കിലോ? അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ആ ജന്മത്തിൽ ഞാൻ ആരായാലും എന്റെ മോഹനട്ടൻ എന്റെ കൂടെ വേണം. അടുത്ത ജന്മത്തിലല്ല, അത് കഴിഞ്ഞുള്ള ജന്മത്തിലും പിന്നത്തെ ജന്മത്തിലും എല്ലാ ജന്മത്തിലും. എനിക്ക് എന്റെ വില്ലേജ് ഓഫീസർ അത്രയ്ക്ക് ഇഷ്ടം. എന്തൊരു ഇങ്ങനെ നോക്കണേ?
വീട്ടിൽ താമസിക്കുന്ന രണ്ടുപേർ തമ്മിൽ എന്തെങ്കിലും പറയണമെങ്കിൽ എഴുത്തുന്നതിനാ, നേരിട്ട് പറഞ്ഞൂടെ? നേരിട്ട് പറഞ്ഞ മോഹൻ്റെ എന്നെ കളിയാക്കില്ലേ? അടുത്ത ജന്മത്തിൽ കയറി ഞാൻ കാഞ്ചനോടും സ്വയംപ്രഭയോടും ഒക്കെ പറഞ്ഞു. അവർക്കൊന്നും ഇപ്പോഴൊന്നും വേണ്ട. എല്ലാവരും എല്ലാം അടുത്തെന്നാ പറയുന്നേ. എല്ലാവർക്കും എല്ലാം പുതിയത് വേണം. എനിക്കും ഈ വില്ലേജ് ഓഫീസറോടിക്കെ എല്ലാം പുതിയത് വേണമെന്നാണ് എന്റെ ആഗ്രഹം. അതെന്താണെന്നറിയാമോ? ഇല്ല. ഈ ജീവിതത്തിൽ അച്ഛനും അമ്മയും കഴിഞ്ഞ പിന്നെ കൊള്ളാവുന്നതായി ഞാൻ ആകെ കണ്ടത് ഈ കാട്ടുപോത്തിനെ. ഇത് കൂടില്ലാതെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെന്ത് ജീവിതമോ? മുൻവശത്തെ വാതില് എങ്ങനെയാ പൂട്ടിയെന്ന് ചോദിക്കാത്തത് എന്താ? ഇല്ല. ഞാൻ മുൻവശത്തെ വാതിൽ തുറന്ന് അകത്ത് കയറി പുറകുവശത്തെ വാതിൽ തുറന്നിട്ടിട്ട് മുൻവശത്തെ വാതിൽ പൂട്ടി താക്കോൽ അവിടെ വെച്ച് പുറകുവശത്തെ വാതിൽ വഴി അകത്ത് കയറി. എങ്ങനെയുണ്ട് ഐഡിയ? അടുത്ത ജന്മത്തിൽ നീ ഒരു ഭയങ്കര കള്ളിയാവാനാ സാധ്യത. അല്ല, ഈ പുറവശത്തെ വാതിലൂടെ ആണല്ലോ കള്ളന്മാർ അകത്ത് കിടക്കുന്നത്. പുനർജന്മ സിദ്ധാന്തത്തിൽ എത്രത്തോളം കഴമ്പുണ്ടെന്ന് ഞങ്ങൾക്ക് നിശ്ചയമില്ല. പക്ഷേ അങ്ങനെ ഒരു ജന്മമുണ്ടെങ്കിൽ അത് ഈ ജന്മത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷവും. അത്രയും കേമപ്പെട്ട ഒരു ജന്മത്തിൽ ഈ വില്ലേജ് ഓഫീസറുടെ തന്നെ കൂട്ട് പ്രതീക്ഷിക്കുന്ന വക്കീലിന് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. കാരുണ്യസാരം തുടരും.